നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുൻവർഷ ചോദ്യങ്ങൾ, അതായത് പി എസ് സി ബുള്ളറ്റിൽ 2024 മെയ് മാസം ഫസ്റ്റിന് പുറത്തിറങ്ങിയ പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനുബന്ധ വിവരങ്ങളുമാണ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പം നമ്മൾ പാർട്ട് 1 ഓൾറെഡി ചെയ്തു, എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം, ഒത്തിരി സന്തോഷം. ഓക്കെ അല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ലോകസഭ നിലവിൽ വന്നതെന്നാണ്? അത് 1952 ഏപ്രിൽ 17 ലോകസഭ നിലവിൽ വന്നത്. 1952 ഏപ്രിൽ 17 ലോകസഭ നിലവിൽ വന്നു. ഈ ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 552. അത് നോട്ട് ചെയ്യണേ. അപ്പം 1952 ഏപ്രിൽ 17 നിലവിൽ വന്ന ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 552. സെറ്റല്ലേ? ലോകസഭയുടെയും ലോകസഭാംഗത്തിൻ്റെയും കാലാവധി എത്രയാണ്? ലോകസഭയുടെയും ലോകസഭാംഗത്തിൻ്റെയും കാലാവധി 5 വർഷമാണ്. എങ്കിൽ ലോകസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സ്. ഇപ്പോൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. ലോകസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 552. ലോകസഭയുടെയും ലോകസഭാംഗത്തിൻ്റെയും കാലാവധി 5 വർഷം. ലോകസഭാംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. സെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ഏതെന്ന് ചോദിച്ചാൽ പറയണം. അത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരമാണ്. ഏതാണ്? മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് PSC ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം ഏതാണ്? മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. 1909 പാസാക്കിയ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. അപ്പം ഈ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത് 1909 പാസാക്കിയ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. ഈ നിയമം വഴി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെയും ഇന്ത്യൻ കൗൺസിലിൽ 2 ഇന്ത്യക്കാരെയും നിയമിക്കപ്പെട്ടു. അപ്പോൾ എന്താണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരത്തിൻ്റെ ഫലമായിട്ട് ഈ നിയമം വഴി, അതായത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം വഴി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെയും ഇന്ത്യൻ കൗൺസിലിൽ 2 ഇന്ത്യക്കാരനെയും നിയമിക്കപ്പെട്ടു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. ഇതിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കി. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ ഏത് ഭരണപരിഷ്കാരമാണെന്ന് ചോദിച്ചാൽ പറയണം. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ് ഇന്ത്യൻ പ്രവിശ്യകൾ ദ്വിഭരണം നടപ്പിലാക്കിയത്. 1919 റൗലറ്റ് നിയമമാണ് കരി നിയമം എന്നറിയപ്പെടുന്നത്. അപ്പോൾ PSC ചോദിച്ചു കരി നിയമം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. 1919 റൗലറ്റ് നിയമമാണ് കരി നിയമം എന്നറിയപ്പെടുന്നത്. ഇത് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ് റൗലറ്റ് ആക്ട് ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. അപ്പം റൗലറ്റ് ആക്ട് ഔദ്യോഗികമായി അറിയപ്പെടുന്ന പേരെന്താണ്? ദ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. ഇതിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ ദ്വിഭരണം നടപ്പിലാക്കി. 1919 റൗലറ്റ് നിയമമാണ് കരി നിയമം എന്നറിയപ്പെടുന്നത്. ദി അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ് റൗലറ്റ് ആക്ട് ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഇൻ ഇന്ത്യ എന്നാണ് ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. അപ്പം ആൻ ആക്ട് ഫോർ ബെറ്റർ ഗവർണൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലാണ്. ഓക്കെ അല്ലേ? ഇന്ത്യൻ ഭരണഘടന ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണ്? അത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശയങ്ങൾ കടം കൊണ്ടത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ
ആക്ടിൽ നിന്നാണ്. ഓക്കെ അല്ലേ? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അപ്പോൾ PSC ഒരു പ്രസ്താവന ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അപ്പം അത് ശരിയാണോ എന്നാണ് PSC ചോദിച്ചത്. ശരിയാണ്. ഇപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. 1947 ജൂലൈ 18 പാസ്സാക്കിയ ഈ നിയമം 1947 ഓഗസ്റ്റ് 15 നിലവിൽ വന്നു. അപ്പം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് 1947 ജൂലൈ 18 ഈ 1947 ജൂലൈ 18 പാസ്സാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15 സെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ഓക്കെ അല്ലേ? ഇനി റിസർവ് ബാങ്ക് സ്ഥാപിതമായത്, മുംബൈ ആസ്ഥാനമായുള്ള റിസർവ് ബാങ്ക് സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായതെന്നാണ്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. റിസർവ് ബാങ്ക് സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1. റിസർവ് ബാങ്കിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ എന്ന് ചോദിച്ചാൽ പറയണം അത് CD ദേശ്മുഖാണ്. റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ CD ദേശ്മുഖാണ്. അപ്പം റിസർവ് ബാങ്ക് 1935 ഏപ്രിൽ 1 നിയമിതനായ ഏപ്രിൽ 1 സ്ഥാപിതമായ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയും റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്തും റിസർവ് ബാങ്കിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ CD ദേശ്മുഖുമാണ്. ഓക്കെ അല്ലേ? എങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണറാണ് അത് ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്ക് ഗവർണറാകുന്ന 25ാമത്തെ വ്യക്തിയാണ് ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ചോദിച്ചാൽ പറയണം ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്കിൻ്റെ 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിൽ നരിമാൻ പോയിന്റ് ആണ്. അപ്പോൾ മുംബൈ നരിമാൻ പോയിന്റ്, റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിൽ നരിമാൻ പോയിന്റ് ആണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചു. PSCയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എന്നാണ്. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്കാണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്കാണ് റിസർവ് ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് ദേശസാൽക്കരിച്ചെന്നാണ് 1949 ജനുവരി 1 ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണ്? അത് റിസർവ് ബാങ്ക് ആണ്. ഇന്ത്യയിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ആണ്. IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. IMFൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും വൃക്ഷം എണ്ണപ്പനയുമാണ്. ഇനി ഇന്ത്യയിലെ ₹1 നോട്ടുകൾ ഒഴികെയുള്ള നോട്ടുകൾ പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. ഇന്ത്യയിൽ ₹1 നോട്ടുകൾ ഒഴികെയുള്ള നോട്ടുകൾ പുറത്തിറക്കുന്നവരാണ് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക്. ഇനിയോ ₹1 നോട്ട് ഒഴികെയുള്ള ഇന്ത്യൻ കറൻസിയിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ₹1 നോട്ട് ഒഴികെയുള്ള ഇന്ത്യൻ കറൻസികളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ഇന്ത്യയിൽ ₹1 നോട്ടുകൾ ഒഴികെയുള്ള നോട്ടുകൾ പുറത്തിറക്കുന്നതും റിസർവ് ബാങ്ക് ആണ്. ₹1 നോട്ട് പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ₹1 നോട്ട് പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ₹1 നോട്ടിൽ ഒപ്പിടുന്നത്. കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ₹1 നോട്ടിൽ ഒപ്പിടുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യയിൽ ₹1 നോട്ടുകൾ ഒഴികെയുള്ള നോട്ടുകൾ പുറത്തിറക്കുന്ന റിസർവ് ബാങ്ക്. ₹1 നോട്ട് ഒഴികെയുള്ള റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന നോട്ടുകളിൽ ആര് തന്നെ ഒപ്പിടും? റിസർവ് ബാങ്ക് ഗവർണർ തന്നെ ഒപ്പിടും. എങ്കിൽ ₹1 നോട്ട് പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ₹1 നോട്ട് പുറത്തിറക്കുന്ന ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ഈ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം
പുറത്തിറക്കുന്ന ₹1 നോട്ടിൽ ഒപ്പിടുന്നതും ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഈ ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.